എത്ര നേരമായി ഒരുങ്ങി പോകാന്ന് പറയണത്. പിന്നെ ഞാനെപ്പോ ഒരുങ്ങി നിക്കണതാ പിടിച്ചോണ്ട് അച്ചാമ്മി സാധനം ചുറ്റി എടുക്കാൻ നേരം എടുത്തിട്ടല്ലേ. എന്നാ ഞാൻ ചുരിദാറിന്റെ അടി. ഇനി അതിന്റെയും കൂടി കുറവേ ഉള്ളു. അമ്പലത്തിലേ ഭയങ്കര തിരക്കായിരിക്കും, ക്യൂവിൽ നിന്ന് വേണം വഴിപാട് നടത്താൻ. അതൊന്നും കുഴപ്പമില്ല, അതേ ഇടിച്ചു കയറിക്കോളാം. 1-ാം ദിവസം ഇടിച്ചു കയറാൻ ചെന്ന് ആരെങ്കിലും ഇടിച്ച് താഴ്ത്തിടും. ഞാൻ പൊക്കിയൊന്നുമില്ല കേട്ടാ. തെക്കമ്പലത്തിലൊക്കെ പൂ എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ വൈകുന്നേരമാണ് പൂജ. പൂവൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അച്ഛമ്മ കൊണ്ടേ കൊടുത്താൽ മതി, എനിക്ക് കിടന്നുറങ്ങണം. നീ അമ്പലത്തിലൊന്നും പോകാതൊക്കെ നടന്നു, പഠിക്കാൻ നടക്കണേ. അതിനകത്ത് എല്ലാ അമ്പലത്തിലും പോണേ എന്ത് എടുത്താണ്, ഒരമ്പലത്തിൽ പോയാ പോരെ, എല്ലായിടത്തും തീ പോലെ ഇരിക്കണം. ശബരിമല വ്രതം എടുത്താലും കയറാം, ഇവിടെ വ്രതം എടുത്താലും കയറാനൊക്കെ. ഇതാര് പോണത പാലം. അതുകൊണ്ടല്ലേ ഞാൻ അമ്പലത്തിൽ പോവാത്തത്. അല്ലെങ്കിൽ കുറെ അമ്പലത്തിൽ പോണ ആള്. ഇതിലും വല്ല നീന്തിയും പോന്നാ മതിയായിരുന്നു. ചോ ഇന്ന് രാവിലത്തേക്ക് എന്ത് അപ്പം ഉണ്ടാക്കാം. പിന്നെ ഇന്നലത്തെ കറി പിലോപ്പിക്കറി 2 ഇരിപ്പുണ്ട്, അത് കൊടുക്കും. പിലോപ്പിയ തിന്ന് മടുത്ത. അല്ലെങ്കിൽ എല്ലാരും പറയണ അച്ചാമ്മക്ക് മീൻകറി മാത്രമേ ഉണ്ടാക്കാൻ അറിയാവുള്ളൂ. അതാരാണ് എല്ലാവരും. ഞാൻ ഇന്നലെ കടയിൽ പോയില്ലേ, അപ്പൊ രാധാമണിച്ചിരി മണിച്ചിന്ന് വർത്താനം പറയണ്ടായിരുന്നു. അച്ചാമ്മക്ക് പച്ചക്കറി ഒന്നും വെക്കാൻ അറിയാൻ പാടില്ല, മീൻകറി വെക്കാൻ മാത്രമേ അറിയാവുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഈ പാടത്തൊക്കെ മീനും തപ്പി നടക്കണേന്ന് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യണ്ടായിരുന്നു. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? പോയി ഞാൻ പറഞ്ഞാ കൂടി പോകും. പിന്നെ ആ പ്രശ്നം തീർക്കാൻ വേണ്ടി അച്ചാമ്മ വരേണ്ടി വരും. അല്ലലും എന്നെ കാണുമ്പോ അവൾക്ക് ഭയങ്കര ക്രിമിടിയാണ്. അച്ചാമ്മ അമ്പലത്തിലെ പ്രസാദമാണ് കയ്യിരിക്കണം. ഇതൊന്ന് പിടിച്ച്. 4 പേര് കൂടണെടുത്ത് എന്നെ കാണുമ്പോ ഭയങ്കര കുറ്റം പറച്ചിലാണോ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനെന്ത് ചെയ്തിട്ടാണ് അവളെ എൻ്റെ കുറ്റം പറഞ്ഞിങ്ങനെ ലോകം മുഴുവൻ നടക്കണത്? കുറ്റം പറഞ്ഞ് നടക്കണ സാധനം ഞാൻ കാണിച്ചു കൊടുക്കവളെ. എൻ്റെ അടുത്തും വരട്ടെ അച്ചാമ്മ, ഞാനും ശരിയാക്കണുണ്ട്. 1/2 കിലോ അച്ചിങ്ങ, പിന്നെ 1/2 കിലോ തക്കാളി, 1/2 കിലോ ബീൻസ്, പിന്നെ ഒരു വലിയ ബീച്ചിങ്ങ. അതൊക്കെ വേണം. 1/2 കിലോ വെണ്ടക്ക എടുത്തു. എന്തൊരു ഏറ്റച്ചമ്മ ഇതിന്. രാധാമണി അവിടെ നിൽപ്പുണ്ട്. ഞാൻ കിട്ടിങ്ങിട്ടത്. സമയം നോക്കണുണ്ട്. അധികം അങ്ങ് കുലുക്കി കാണിക്കണ്ട കേട്ടാ. എല്ലാരും വിചാരിക്കുന്ന നമ്മള് പച്ചക്കറി വിൽക്കാൻ വന്നവരാണ്, അത്രേ ഉണ്ട്. പിന്നെ മേടിക്കണ്ടേ. ഇത് കൊറേണ്ടല്ല, ഇതിപ്പോ മൊത്തം നമ്മളതിനെ തിന്നേണ്ടി വരും. പച്ചക്കറി തിന്നാലേ നല്ല എനർജി ഉണ്ടാവും. എനർജി കിട്ടാൻ വേണ്ടി രാധാമണി വേണ്ടി വന്നു. അവള് പോകാൻ പറ. അപ്പം ഉണ്ടാക്കാൻ പോവേണോ? അച്ചമ്മല്ലേ പറഞ്ഞ അപ്പം ഉണ്ടാക്കാൻ. ഞാനൊരു കാര്യം ചെയ്യും, അപ്പം ഉണ്ടാക്കിയ ഉരുളൻകിഴങ്ങും കൂടി ഒന്ന് അരിഞ്ഞ് അച്ചമ്മ അമ്പലത്തിൽ കൊടുത്തിട്ട് പോയ സെറ്റ് സാരി ചെളി പിടിച്ച് അതൊന്ന് ഊരിയിട്ടുണ്ട്. ഇപ്പൊ മൊത്തം പണി എനിക്കായല്ല. എങ്കിൽ എന്റെ ഉടുപ്പിൽ അഴുക്കൂരിട്ട് അതും കൂടി അങ്ങ് അലക്കി. ഇപ്പൊ പറയണ കേട്ടിട്ട് ഇയാളാണ് ഇതെല്ലാം എപ്പോഴും കഴുകണേന്ന് തോന്നുന്നു.
കഴിഞ്ഞോ വെച്ചേ? ആ നമുക്ക് കഴിക്കാനുള്ളതായിട്ടുണ്ട്. അങ്ങോട്ട് ഇട്ടേക്കട്ടെ. അച്ചാമ്മ വിലക്കിയിട്ട് കാരണം മഴയെല്ലാം കൂടി വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇന്നും കിടന്നുറങ്ങണം. ഇന്നലെ പോത്തിനെ പോലെ കിടന്നുറങ്ങണോണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച മൊത്തം പരിപാടിയല്ലായിരുന്നു. വന്ന് കിടക്കുമ്പോൾ എത്ര നേരമായിരുന്നു, ഉറക്കവും ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ചാമേ, ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയില്ലായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ. എന്നിട്ട് ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോഴാണല്ലോ എണീറ്റത്. ഞാൻ രാവിലെ എന്ന് വിചാരിച്ചിരിക്കുന്നിരുന്നു. പിന്നെ എനിക്ക് കിളി വന്നപ്പോഴാണെന്ന് അറിയാം ചാമ ചായമായിട്ട് വന്നില്ല. അപ്പോഴാണ് എനിക്ക് പിന്നെ മനസ്സിലായത് വയ്ക്കുന്നത്. നിനക്ക് കിളി വന്നെന്ന് ആരാണ് പറഞ്ഞത്? പണ്ടേ നിനക്ക് കിളി ഇല്ല. എന്ത് ചെയ്യാനാ, അച്ചാമ്മയുടെ കൂടെ കൂടെ ഞാനൊരു കിളിയായി. ഞാനേ ഇത് അരച്ചിട്ട് അരച്ചോ? വേഗം ഉണ്ടാക്കിയത് വിശക്കണം. അപ്പം എടുത്തു, ഇത് റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങാനും തിന്ന രാധാമഞ്ചേച്ചി ഞെട്ടു. എന്നാലും രാധാമഞ്ചേച്ചിക്ക് അച്ഛമ്മയുടെ എത്ര ദേഷ്യം. അവൾക്ക് കുശുമ്പാടി, എന്ത് ചെയ്യാൻ. അവൾ ഇന്നാള് രമേശൻ്റെ വീട്ടിലെ പരിപാടിക്ക് സാമ്പാർ വെച്ച് ആളുകളെല്ലാം മുങ്ങിത്തപ്പിയായിരുന്നു ഒരു കഷ്ണം കിട്ടാൻ വേണ്ടി. അയാളാണ് എന്നെ പഠിപ്പിക്കാൻ വന്നേക്കണത് പച്ചക്കറി വെക്കാൻ അറിയാൻ. രാധാമനക്ക് കുശുമ്പോ അച്ഛമ്മക്ക് പൊക്കാലത്തില്ല. ഓണത്തിന് എന്താ പരിപാടി? ഓണത്തിന് എൻ്റെ പാട്ടുണ്ട്,
എൻ്റെ ഡാൻസ് ഉണ്ട്, എൻ്റെ പ്രച്ഛന്ന വേഷമുണ്ട്. അപ്പൊ ആ പരിസരത്തേക്ക് ഞാൻ വരണ്ടല്ലേ? എന്താ കാര്യം? അച്ഛാമ്മയുടെ പ്രച്ഛന്ന വേഷം ഒന്ന് കണ്ടു നോക്കണ്ടേ?